My dear students, welcome to our online coaching. ഇന്നത്തെ ക്ലാസ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ 5ാമത്തെ വീഡിയോ ക്ലാസ്സാണ്. ഇന്നെടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ 15ാമത്തെ ടൈപ്പ്. I sold a book at a profit of 20%. Here I sold it for ₹50 more. 25% would have been gains. Find the CP. അപ്പോൾ ഇവിടെ 20% പ്രോഫിറ്റിലാണ് സെൽ ചെയ്യുന്നത്. അടുത്ത 25% പ്രോഫിറ്റിലാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ 50 rupees കൂടുതൽ കിട്ടിയ ഇതിന്റെ ഡിഫറൻസ് എത്ര? 5%. 5% ആണ് 50 rupees. അത് 20% പ്രോഫിറ്റ്, അത് 25% പ്രോഫിറ്റ്. അതിന്റെ ഡിഫറൻസ് 5 ആണ്. ആ 5% ആണ് 50 rupees. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ രീതിയിൽ ഇങ്ങനെ ചെയ്യാം. 5% ആണ് 50. നമുക്ക് കാണേണ്ടത് 100%. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുക. ഇപ്പോ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽസ് അതിങ്ങനെ അല്ലേ, 100 into 50 divided by 5. So 1000 rupees. Rupees 1000. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് മാറ്റി ലോസ് ആണ്. I sold a book. ഞാൻ എല്ലാം ഒരേ മോഡൽ എഴുതി. sold a pencil. എന്തുകൊണ്ടാവാം? at a loss of 15%. at a loss of 15%. Here I sold it for ₹350 more. $350 more. 10% would have been gains. Find the CP now. ക്വസ്റ്റ്യനില് നേരത്തെ പറഞ്ഞ അതേപോലത്തെ തന്നെയാണ്. അവിടെ ഡീൻ പറഞ്ഞ ലോസ് പറയും. അങ്ങനെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ പിന്നെ കൂടുതൽ കംപ്ലീറ്റ് മാറ്റാതെ അതേ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. ഇവിടെ ബുക്കോ പെൻസിലോ എന്ത് വേണോ, എന്ത് വേണം അതാ, ഏത് ആർട്ടിക്കിൾ വേണോ അതാ. നോക്കൂ, I sold a book at a loss of 15%. നമുക്കറിയാം അതേ എമൗണ്ടിനെ സെല് ചെയ്യുന്നത് 100% മുഴുവൻ 100%. നേരത്തെ നമ്മൾ 12% പ്രോഫിറ്റ് എന്ന് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. 12% പ്രോഫിറ്റ്, പിന്നെ 18% പ്രോഫിറ്റിൽ സെല് ചെയ്തപ്പോ 18 rupees കൂടുതൽ കിട്ടി. അതിന്റെ ഡിഫറൻസ് 6% ആണ്. അത് ഞാൻ 18 എന്ന് പറഞ്ഞ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ തൊട്ട് മുമ്പ്. ഇത് വേണം ഇങ്ങനെയും പറയാമായിരുന്നു. 12% പ്രോഫിറ്റ് കൊടുക്കുമ്പോ 112 അല്ലേ? പിന്നെ അത് മാറി 18%, 18% ആകുമ്പോ 112, മറ്റേ 118 ആവും. അതിന്റെ ഡിഫറൻസും 6 അല്ലേ? ഞാൻ പിന്നെ അത് മാത്രം എഴുതി. പക്ഷെ ഇവിടെ പ്രോഫിറ്റ് ലോസും പ്രോഫിറ്റും കൂടെ വരുമ്പോ നമ്മള് ഒന്ന് സൂക്ഷിക്കുക. നോക്കൂ, ഫുൾ എന്ന് പറയുന്നത് 100% ആണ്. I sold a book at a loss of 15 എന്ന് പറഞ്ഞാലോ 100 നിന്ന് 15 കുറവ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 85% 85% ആദ്യം നമ്മൾ സെല് ചെയ്തത് അല്ലേ? അതായത് I sold a book at a loss of 15%. 10% നഷ്ടത്തിൽ സെല് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ 85%. Here I sold it for $350 more. 10% would have been gains. എന്നാൽ 350 കൂടുതൽ കിട്ടുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ 10% പ്രോഫിറ്റിൽ സെല് ചെയ്ത്, അല്ലെങ്കിൽ 10% പ്രോഫിറ്റ് സെല് ചെയ്യുമ്പോൾ 350 rupees കൂടുതൽ കിട്ടും. 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 110 ആകും. അവിടെ 10 കൂട്ടണ്ടേ? അതിന്റെ ഡിഫറൻസ് എത്രയാ? 25% തന്നെ. ഇവിടെ 15 ഇവിടെ 10 എഴുതുകയും ചെയ്യാം. അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. അപ്പൊ ഇത്
15% loss on 85 ആവും, 10% പ്രോഫിറ്റ് ഗെയിൻ ആകുമ്പോൾ 110 ആവും. അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 25 ആണ്. ആ 25% ആണ് 350 rupees. അപ്പൊ എങ്ങനെ നേരത്തെ പറഞ്ഞനുസരിച്ച് 25-ന് 350. നമുക്ക് കറക്റ്റ് കോസ്റ്റ് പ്രൈസ് അത് 100% ആണ് കാണേണ്ടത്. കുറെ ക്ലാസ്സുകൾ ചെയ്തതല്ലേ, അത് വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് 100 into 350 divided by 25. 4,1400 അല്ലേ? ഇതായിരിക്കും അതിന്റെ കോസ്റ്റ് പ്രൈസ്. മനസ്സിലായല്ലോ? ഒന്ന് ലോസ്, ഒന്ന് പ്രോഫിറ്റ്. ഇനി ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 15% ലോസ്, 10% പ്രോഫിറ്റ്. ഒന്ന് പ്രോഫിറ്റ് ലോസും വരികയാണെങ്കിൽ അതിന്റെ ആ കറക്റ്റ് ഡിഫറൻസ് എമൗണ്ട് ഉണ്ടല്ലോ, ഡിഫറൻസ് ഇൻ പെർസെന്റേജ് രണ്ടും കൂടെ സം ചെയ്താലും മതി. ഒരു ഗ്രൂപ്പ് വഴിയാണ്. ഒന്ന് 15% പ്രോഫിറ്റ്, 15% ലോസ്, മറ്റേതോ 10% പ്രോഫിറ്റ്. അങ്ങനെ വരുമ്പോൾ അത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ മതി. 15, 25, അതിനാണ് കൂടെ കിട്ടുന്നത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായോ? ഒന്ന് പ്രോഫിറ്റ് ഒന്ന് ലോസ് ആണെങ്കിൽ ഡിഫറൻസ് ആണ്, അവയുടെ സം എടുത്താൽ കറക്റ്റ് ഡിഫറൻസ് കിട്ടും. മനസ്സിലായില്ലേ? 15% പ്രോഫിറ്റ് ലോസിലാകുമ്പോൾ 85, 10% പ്രോഫിറ്റ് ആകുമ്പോൾ 110, അതിന്റെ ഡിഫറൻസ് 25. അതിന് പകരം ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താലും 25 കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഓക്കെ, one more question for you. ഇത് നമുക്ക് രണ്ട് ലോസ് വരുന്നത് ചെയ്യാം. ലോസ് ഓഫ് 25%. Had I sold it for rupees 150 less, 150 less. Had I sold it for rupees 150 less, 35% loss occurred. Any question? I sold a book at a loss of 25%. Had I sold it for rupees 150 less, 35% loss occurred. Find the cost price. So, loss ആണ്. ഇവിടെ 25% ലോസിനാണ് സെല് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 35% ലോസിന് സെല് ചെയ്യുന്നു. അതിന്റെ ഡിഫറൻസ് 10% ആണ്. ആ 10% ആണ് 150 rupees. അത്രേ ഉള്ളൂ. നമ്മൾ രണ്ട് ഗെയിൻ പറഞ്ഞതുപോലെ അത് ദിവസം 12% ഗെയിനും 18% ഗെയിനും വന്നതാണ്. ഡിഫറൻസ് 6% ഗെയിൻ അല്ലേ? ഇവിടെ 25% ലോസ്, ഇത് 35% ലോസാണ് സെല് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഡിഫറൻസ് 10% അതാണ് ആ നഷ്ടമായിട്ട് വരുന്ന എമൗണ്ട്, ലോസ് ആയിട്ട് വരുന്ന എമൗണ്ട് 150. അപ്പോ ഇനി വളരെ ഈസി, വളരെ സിമ്പിൾ. 10% 150 ആണെങ്കിൽ 100% 1500 അല്ലേ? 1500. 10% ആണ് 150. നമുക്ക് വേണ്ടത് 100%. ചെയ്ത് നോക്കാതെ തന്നെ പറയാം. ഇത് ഞാൻ ചെയ്യാതെ തന്നെ പറയാം. 10% 150 ആണെങ്കിൽ ഫുൾ എന്ന് പറഞ്ഞാൽ 100%. 0 ഇട്ട് കൊടുത്താൽ 1500. ഓക്കെ, അടുത്ത ഒരു ടൈപ്പാണ്. ടൈപ്പ് ഞാൻ 16 എന്ന് കൊടുക്കും. എന്താ പറയുന്നത്? പ്രോഫിറ്റ് ഏൺ ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ for rupees 1450 is same as the loss incurred by selling the article for rupees 1280. Find the CP. So profit earned by selling an article for rupees 1450 is same as the loss incurred by selling the article for rupees 1280. Find the CP. ഒരു ആർട്ടിക്കിളാ 1450 രൂപയ്ക്ക് കൊടുത്തപ്പോ പ്രോഫിറ്റ് ഉണ്ടായി. എന്നാൽ അതേ ആർട്ടിക്കിളാ 1280 കുറച്ചുകൂടെ വേണ്ടി പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങോട്ട് കൊടുത്തപ്പോ ലോസും വന്നെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര? കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ സെല് ചെയ്തത് ഒരു കേസ് 1450, SP 1 എന്ന് കൊടുക്കും. സെക്കൻഡ് കേസ് എന്താ? 1280. കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് പ്രൈസ് നമുക്ക് തൽക്കാലം X എന്ന് കൊടുക്കാം. Also given that profit equals loss. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ലോസ്
loss equal ആണെന്നൊരു കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. Profit earned by selling an article for this is same as loss. Loss incurred by loss obtained by selling the article for ₹1280. അപ്പോൾ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? SP മൈനസ് CP അല്ലേ? ഇതിലെ പ്രോഫിറ്റ് ഉണ്ടായതിലല്ലേ? ഇതില് കൂടിയ എമൗണ്ട്. അപ്പോൾ 1450 മൈനസ് 6. ലോസോ CP മൈനസ് SP ആണ്. X മൈനസ് 1280. ഇതങ്ങ് പുറത്ത് പോകുമ്പോ 2x. ഇത് പുറത്ത് വരുമ്പോ 1450 പ്ലസ് 1280 അല്ലെ? ഇത് റേറ്റ് പോകുമ്പോൾ 2x ആവും. ഇപ്പുറത്ത് അപ്പോൾ 2x ആണിത്. x കാണാൻ എന്ത് ചെയ്യണമെന്നാണ്? 1450 പ്ലസ് 1280 by 2 എന്നാണ്. That is 0371 by 2. 1700 ആണെങ്കിലോ 650 1750 അല്ലേ? 865 എങ്കില് 17 6 പ്രാവശ്യം 8 16 13 6 പ്രാവശ്യം 10 5 865 rupees എന്ന് കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തു വന്നപ്പോ ലാസ്റ്റില് കിട്ടിയത് ഇതാണ്. ഇതിനൊന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പ്രോഫിറ്റ് ലോസ് ഈക്വൽ ആയിട്ടുള്ള സമയത്ത് ആ കോസ്റ്റ് പ്രൈസ് കാണാൻ ആ രണ്ട് സെല്ലിംഗ് പ്രൈസും കൂടെ പ്ലസ് ചെയ്തിട്ടുണ്ടോ? ഈ രണ്ട് സെല്ലിംഗ് പ്രൈസും കൂടെ പ്ലസ് ചെയ്തിട്ട് SP1 പ്ലസ് SP2 by 2 ആ സെല്ലിംഗ് പ്രൈസുകളുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. ഇത് എഴുതണ്ട, ഇത്രയും മാത്രം കണ്ടുപിടിച്ചാൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മനസ്സിലായില്ല. ഇത്തരം സിറ്റുവേഷനില് പ്രോഫിറ്റ് ലോസ് ഈക്വൽ ആയിട്ട് വരുന്ന സിറ്റുവേഷനില് കോസ്റ്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസ് കാണാൻ അവയുടെ ആവറേജ് എടുത്താൽ മതിയാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് earned by selling an article for ₹1060 is 20% more than the loss incurred by selling the article for ₹950. At what price should the article be sold to earn 20% of profit? നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ലോസ് ഈക്വൽ ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 120% ഓഫ് ഇറ്റ്സ് ലോസ് എന്ന് ആണ് ഇവിടെ ഡിഫറൻസ് ഉണ്ടാവും. Profit earned by selling an article for ₹1060 is 20% more than the loss incurred by selling this article for ₹950. അപ്പോൾ നമുക്ക് രണ്ട് സെല്ലിംഗ് പ്രൈസ് ഉണ്ട് നേരത്തെ പോലെ. SP1 1060, SP2 950. ഇതിനെ സെല് ചെയ്തപ്പോഴാണ് ലോസ് വന്നത്, ഇതിനെ സെല് ചെയ്തപ്പോഴാണ് പ്രോഫിറ്റ് വന്നത്. കൂടി ഒരു ആവറേജ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Given that profit is 120% of loss. Profit ആണ് ഈ എമൗണ്ട് നിൽക്കുമ്പോഴല്ലേ പ്രോഫിറ്റ്. അപ്പം പ്രോഫിറ്റ് ആണെന്ന് ഫോർമുല എന്താണ്? SP മൈനസ് CP. അപ്പോ 1060 മൈനസ് 6. ഇവിടെ 120/100 ഇൻറ്റു ലോസ് ആകുമ്പോൾ എങ്ങനെ വരും? CP വലുതും സെല്ലിംഗ് പ്രൈസ് ചെറുതുമല്ലേ? അപ്പൊ X മൈനസ് എന്നല്ലേ 950. ലോസ് ആണ് അങ്ങനെയല്ലേ? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇത് ഒരു 0 ക്യാൻസൽ ചെയ്യാം. ഇത് 5, ഇത് 6, ഇത് 5 കിട്ടും. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോ ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോ 5300 വരും. -5x ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 6 അല്ലേ ഉള്ളത്, 6 into 6x മൈനസ് 6 കൊണ്ട് ഇതിനെ 5700 വരും. അപ്പോ ഇതോടെ ഇപ്പുറത്ത് പോകുമ്പോ 11x ആവും. ഇത് ഇപ്പുറത്ത് വരുമ്പോ 11,000 ആവും. therefore x equals 1000 എന്ന് കിട്ടും. കോസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. x 1000 എന്ന് കിട്ടി. ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് നമുക്ക് 1000 എന്ന് കിട്ടി. വേണ്ടത് അതല്ല. At what price should the article be sold to earn 20% of profit? 20% profit സെല് ചെയ്യുന്ന റേറ്റ്. അപ്പൊ ന്യൂ സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. അത് മനസ്സിൽ ചെയ്യാനുള്ളൂ. ഇതിന്റെ 10% 100, 20% 200 പ്ലസ് ചെയ്യാം. 1200. ഇത് കൂടുതൽ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എടുക്കാം. 100% ആണ് 1000.
120% ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ 120 into ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല, അല്ലേ? ഇങ്ങനെ ചെയ്യാം, അതൊരു പ്രശ്നമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 120% ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? അപ്പൊ 120% ഓഫ് 1000 എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടത്തില്ലേ? ന്യൂ സെല്ലിംഗ് പ്രൈസ്. ഇതിന് തന്നെ ഒറ്റ സ്റ്റെപ്പിൽ പറയാം. 1000 rupees സാധനം 20% പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ ഇതാകത്തില്ലേ? നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ മെത്തേഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. 100% 1000, 120% എത്ര, അല്ലെങ്കിൽ എങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. കോസ്റ്റ് പ്രൈസ് നമുക്ക് 1000 എന്ന് കിട്ടി, അതുകൊണ്ട് ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ 120%. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.